ധൈര്യശാലി ആര്യൻ 1000 പോയിന്റ്സിന് തല മുണ്ടനം ചെയ്യാൻ പറ്റില്ല, തല മൊട്ടയടിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് 10,000 പോയിന്റ്സ് തനിക്ക് തരികയാണെങ്കിൽ തല മുണ്ടനം ചെയ്യാം. താൻ 1000 പോയിന്റ്സിന് തല മുണ്ടനം ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് റിലീജിയസ് പ്രശ്നമുണ്ട്. ഹിന്ദു മതാചാര പ്രകാരം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷമാണ് തല മുണ്ടനം ചെയ്യുക. ഇത് ആര്യൻ ഏത് നാട്ടുകാരനാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആര്യൻ്റെ നാട്ടിൽ ഹിന്ദു മതാചാര പ്രകാരം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം മാത്രമേ മക്കൾ മൊട്ടയടിക്കാവൂ. തല മുണ്ടനം ചെയ്യാവോ എന്നുള്ളത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എൻ്റെ നാട്ടിൽ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ആചാരവുമില്ല. പൊതുവെ ഞാൻ ഇതുപോലൊരു ആചാരം കേട്ടിട്ടില്ല. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം മാത്രമേ മക്കൾ മൊട്ടയടിക്കാവൂ എന്നുള്ളത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ചെറിയ കുട്ടികളും പ്രായഭേദമന്യേ ഒരുപാട് കുട്ടികൾ പഴനി പോലുള്ള അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തല മുണ്ടനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ആര്യൻ പറയുന്നതിനോട് എനിക്കത് അക്സെപ്റ്റബിൾ ആവുന്നില്ല. അത് മാത്രമല്ല, ആര്യൻ്റെ സ്റ്റാൻഡാണ് ആര്യൻ ഇവിടെ തുറന്നു കാട്ടുന്നത്. അപ്പോൾ ബിഗ് ബോസ് സത്യത്തിൽ ഇവരുടെയൊക്കെ റിയൽ ഫേസ് എന്താണ്, നിലപാടുകൾ എന്താണ് എന്നുള്ളത് വ്യക്തമായി തന്നെ കാണിച്ചിരിക്കുകയാണ്. ആര്യൻ പറഞ്ഞത് 1000 പോയിന്റ്സിന് തല മുണ്ടനം ചെയ്യാൻ പറ്റില്ല, അത് റിലീജിയസ് പ്രശ്നമാണ് എന്നുള്ളത്. എങ്കിൽ 10,000 പോയിന്റ്സ് തരികയാണെങ്കിൽ ഞാൻ തല മുണ്ടനം ചെയ്യാം. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നോമിനേഷനിൽ ഇടില്ല, അല്ലെങ്കിൽ ഏത് ടാസ്ക് വരുന്ന സമയത്തും എൻ്റെ പേര് പറയും. അതേസമയം മിഡ് വീക്ക് എവിക്ഷൻ വരികയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, അല്ലാതെ നോമിനേഷൻ വരുന്ന സമയത്ത് എൻ്റെ പേര് പറയില്ല. എല്ലാ ടാസ്കും വരുന്ന സമയത്ത് എൻ്റെ പേര് നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോറിറ്റി നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ തല മുണ്ടനം ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു 10,000 പോയിൻറ്സും അല്ലെങ്കിൽ ഈ നോമിനേഷനിൽ ഇടില്ല എന്ന് പറയുകയാണെങ്കിൽ ആര്യൻ്റെ ഈ ഒരു റിലീജിയസ് പ്രശ്നമോ ഹിന്ദു മതാചാരമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ആര്യൻ എന്ന ആ വ്യക്തിയുടെ സ്റ്റാൻഡാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആര്യന് ഡബിൾ സ്റ്റാൻഡാണോ ട്രിപ്പിൾ സ്റ്റാൻഡാണോ ഇനിയിപ്പോൾ മൾട്ടി സ്റ്റാൻഡാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നല്ലൊരു ധൈര്യശാലിയാണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലെ കൊടുത്ത ആ ഒരു ടാസ്കിൽ അനീഷ് ആ ഒരു കാർഡ് വായിച്ചതിന് ശേഷം അനീഷ് ഈ സീസൺ കഴിയുവോളം, അതുപോലെ തന്നെ ഈ സമയം മുതൽ എന്നുള്ളത് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷ് യാതൊന്നും ചിന്തിക്കാതെ മറ്റൊന്നും നോക്കാതെ മൗനവ്രതം ഏൽക്കാം, അല്ലെങ്കിൽ താൻ മിണ്ടാതിരിക്കാം എന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ആര്യന് എത്ര തവണ ആലോചിക്കേണ്ടി വന്നു. ആര്യൻ പറയുന്നത് ഞാൻ വേണമെങ്കിൽ തല മൊട്ടയടിക്കാം, അനീഷ് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, അനീഷ് വേണമെങ്കിൽ തല മൊട്ടയടിച്ചോട്ടെ അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചോട്ടെ. അപ്പോൾ ആര്യന് തന്നെ ഒരു സ്റ്റാൻഡില്ല. ഇതുപോലെ പല സ്റ്റാൻഡിലാണ് ആര്യൻ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മുൻപും ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും കൊള്ളാം, നല്ലൊരു ധൈര്യശാലിയാണ്. ഒരു ടാസ്ക് കൊടുത്താൽ ധൈര്യത്തോടു കൂടി ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് വീണ്ടും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു.